വാ വാ. ഷെർലക് ഫോക്സ് അവനെ വടിയെറിഞ്ഞു വീഴ്ത്തി. അവൻ കൂവി, അയ്യോ. ഏ ഇതുപോലൊരു കരച്ചിൽ ഞാനിപ്പോ കേട്ടല്ലോ. മൗഗ്ലി, എല്ലാം കൃത്യമായി. ഇനി എൻ്റെ ഊഴം. അയ്യോ, എന്റെ കുന്തം. ലുട്ടാപ്പി, സഹായത്തിന് താങ്ക്സ്. സഹായമോ? മായാവി ലുട്ടാപ്പിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. മൂങ്ങ വൈദ്യരെ, നിൽക്കൂ. കണ്ടതിൽ സന്തോഷം കൊടുങ്കാട്ടുമുത്തപ്പ. ഈ സമയം മറ്റൊരിടത്ത്. കിട്ടി! ഡാഗിണി പറഞ്ഞ ചെറുപ്പമരുന്നുണ്ടാക്കാനുള്ള വഴി കിട്ടി. ഈ മരുന്നിലേതോ നീലക്കല്ല് പൊടിച്ചു ചേർക്കണം. അയ്യടാ, 50 വയസ്സ് കുറയ്ക്കണം. ഈസി അല്ല ഡാഗിണി, ഇത് വെറും നീലക്കല്ലല്ല. എന്തോ എഴുതിയിട്ടുണ്ട്, നടുനീല. ആ ഭാഗം ക്ലിയർ അല്ല. ഇനി എന്തോ ചെയ്യും? വമ്പൻ കടുവ വിളിക്കും നേരം വരകൾ വരച്ചു വരുന്നവനെ. വന്നോ? കാട്ടുമുത്തപ്പനായാൽ ഒരു മര്യാദ വേണം. കാത്തിരുന്ന് തലവേദന പിടിച്ചു, അറിയാമോ? ഹോംവർക്ക് സൂത്രൻ ചെയ്തു തരുമെന്ന് പറഞ്ഞ് മുങ്ങിയില്ലേ? സൂത്രനെ ഇപ്പൊ കാണാനില്ല. ഞാൻ ചെയ്തു തരാം, നോക്കട്ടെ. എത്ര പെട്ടെന്ന് ചെയ്തു തീർത്തോ? തീർത്തു. പിന്നെ തലവേദന ഉണ്ടെങ്കിൽ ദേ ഈ ഹോംവർക്ക് എഴുതിയ ടൈപ്പ് ഇല പറിച്ച് ചവച്ച് 3 നേരം തിന്നാൽ മാത്രം മതി. മൂങ്ങവൈദ്യരെ കാണുന്നില്ലല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. കുറുക്കനൊന്ന് വിളിച്ചാൽ മുഖവും കൂർത്ത് പറന്നു വരുന്നവനെ. ആ, വൈദ്യരല്ലേ? അതേ സൂത്ര, മരുന്ന് കിട്ടിയില്ല. മായാവി പറഞ്ഞത് ശരിയാണ്. അതൊരു സാധാരണ മുറിവല്ല. മാന്ത്രിക ശക്തിയുള്ള കുന്തം കൊണ്ട് മുറിഞ്ഞതാണ് പ്രശ്നം. അത് അവർക്ക് പുതിയ കാര്യമാണ്. ഒടുവിൽ ഞാനും ചേർന്ന് അവിടുത്തെ ഗ്രന്ഥങ്ങൾ തിരഞ്ഞു ഒരു വഴി കണ്ടെത്തി. ഭൂമിയിലെ ഒരു പ്രത്യേക കല്ല് പൊടിച്ച് മുറിവിലിട്ടാൽ മതിയത്രേ. അതേത് കല്ല്? അതാണ് പ്രശ്നം. ഗ്രന്ഥത്തിലാകെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: നീലക്കൽ നടുനീലക്കൽ നടുനീലക്കൽ. പാട്ടിലെ വരി പോലെ ചില വാക്കുകൾ. നീലക്കൽ നടുനീലക്കൽ നടുനീലക്കൽ, എന്താ ഇതിനർത്ഥം? മായാവി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, ഞാൻ ഓർത്തില്ല. വൈദ്യര് പറഞ്ഞത് മായാവിക്ക് മനസ്സിലായി കാണില്ല. ഞാൻ പറയാം. മൗഗ്ലി എല്ലാം പറഞ്ഞു. ഈ വരി ഒരു കോഡാണ്. കോഡ് മനസ്സിലാക്കാൻ അതിബുദ്ധി ഉള്ളവർ വേണം. 2 കുട്ടിക്കുറുക്കന്മാരുണ്ടല്ലോ, അവർക്ക് പറ്റും. സൂത്രനോട് പറയാം. അക്കുവും ഇക്കുവും. ആ, അവര് കൊള്ളാം. എൻ്റെ ശിഷ്യന്മാരാ. എനിക്കും പറ്റിയേനെ, പക്ഷെ ടെൻഷൻ കാരണം ബുദ്ധി വർക്കാവുന്നില്ല. ഞാനവരെ വേഗം കണ്ടെത്താം. മൗഗ്ലിയും വരൂ. നീലക്കൽ നടുനീലക്കൽ നടുനീലക്കൽ. മനസ്സിലായി. നീലക്കല്ലുകൾക്ക് നടുവിലായി നീലക്കല്ലിൻ്റെ ഉള്ളിലെ നീലക്കല്ലിൻ്റെ കാര്യമായിരിക്കും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാട്ടിൽ പലയിടത്തും നീലപ്പാറകൾ കാണാം. ആ പാറകളിൽ നടുവിലത്തെ പാറ ഏതാണെന്ന് നോക്കണം. നടുവിലെ ആ കല്ല് പൊളിച്ചാൽ അതിനകത്തും നീലക്കല്ലുണ്ടാവും. ഏതാണ് നടുവിലെ പാറ എന്നറിയാൻ പറന്നു നോക്കിയാൽ മതി. മായാവിക്കത് പറ്റുമല്ലോ.